പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകളെ പരാജയപ്പെടുത്തി കളയാൻ, ഇല്ലാതാക്കി കളയാൻ ഉപയോഗിക്കുന്ന പ്രഹരശേഷിയുള്ള ഒന്നാണ് ഈ ലൈംഗിക അധിക്ഷേപവും വ്യക്തി അധിക്ഷേപവും. അത് എത്രമാത്രം ട്രോമാറ്റിക് ആണ് എന്ന് താങ്കൾക്ക് നന്നായി അറിയാം, കാരണം താങ്കളും അതിന് ഇരയായിട്ടുണ്ട്. ഇവിടെ വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർ കണ്ണ് നിറഞ്ഞ് ഞാൻ ഇതാണ് അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് കേരളം മുഴുവൻ കേൾക്കുന്നുണ്ട്. നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ വടകരയിൽ നടക്കുന്നത്? അഭിലാഷ്, തീർച്ചയായിട്ടും ഇത് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അധിക്ഷേപങ്ങളോ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതോ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത് അംഗീകരിക്കുന്നതുമല്ല. അത് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതിശക്തമായി അതിനെ തള്ളിപ്പറയുകയും അതിനെതിരെ കർശനമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അത് പോലീസ്, തീർച്ചയായിട്ടും പോലീസ് സംവിധാനങ്ങൾ ഇവരുടെ കയ്യിലാണ്, സൈബർ ഇവരുടെ കയ്യിലാണ്. അത് എവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരാണ്, അത് കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ള ശക്തമായ അഭിപ്രായം. അത് ചെയ്യണം എന്നതാണ്. കാരണം അഭിലാഷ്, ഇത് കഴിഞ്ഞ 12 വർഷമായി ഞാനൊക്കെ ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. നിരവധി പരാതികളുടെ കെട്ടുകൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. പല സ്ഥലത്തിലും സൈബർ വിങ്ങിൽ കൊടുത്ത പരാതികൾ എല്ലാം അടവിട്ടിട്ട് അവിടെയുണ്ട്. തീർച്ചയായിട്ടും ശരിയാണ്. ഇത് വനിതാ പൊതുപ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകർ, പൊതുരംഗത്ത് നിൽക്കുന്ന ദൃശ്യതയുള്ള ആരും ലൈംഗിക അധിക്ഷേപത്തിന് ഈ തരത്തിലുള്ള പൊതുവിടങ്ങളിൽ, ഈ സൈബർ ഇടങ്ങളിൽ വിധേയരായിക്കൊള്ളണം എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ. തീർച്ചയായും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരാതി കൊടുക്കുമ്പോൾ അതിന് വളരെ വളരെ കൃത്യതയില്ലാത്ത നടപടികളാണ് ഉണ്ടാവുന്നത്. കാര്യമായി ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ ടൂളായി ഒരു വനിത വളരെ ശക്തമായ നിലയിൽ, അത് നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായ സ്വാധീനമുള്ള ഒരു വനിതയ്ക്ക് പോലും ഇതാണ് നേരിടേണ്ടി വരുന്നതെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളൊരു പ്രശ്നമാണല്ലോ. അല്ല അഭിലാഷ്, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. തീർച്ചയായിട്ടും അത് ഞാൻ പറയുന്നത് ഇതിന്റെ പേരിൽ പരാതി, ടീച്ചർ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കും. പരാതി കൊടുത്തിട്ട് അത് നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകട്ടെ. ഈ പരാതിയെങ്കിലും നടപടി ഉണ്ടായാൽ അത്തരത്തിലുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ അതൊരു മാതൃകയാട്ടെ. ആ മാതൃക കാണിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ടീച്ചർക്കെതിരെ അധിക്ഷേപം ഉണ്ടായി എന്ന് പറഞ്ഞ് എനിക്കറിയില്ല എവിടെയാണ് ഇത്തരത്തിലുള്ളത് കണ്ടതെന്ന്. ഞാൻ ഇതുവരെ സൈബർ ങ്ങളിൽ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. ചിലപ്പോൾ ടീച്ചർ നേരിട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഞാൻ അതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ തയ്യാറല്ല. 100% ആരുടെ ഭാഗത്തു നിന്നാണോ ഉണ്ടായത് 100% അതിനെ തള്ളിപ്പറയും, ശക്തമായ നടപടിയെടുക്കുകയും വേണം എന്നാണ് പറയുന്ന ഒരാളാണ് ഞാൻ. അത് ചെയ്യണം. പക്ഷെ എന്തുകൊണ്ട് ഇതുവരെ പലർക്കും, ഞങ്ങൾക്കൊക്കെ നേരെ ഉണ്ടായിട്ട് അതിക്രമങ്ങൾക്ക് ഇതുവരെ ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായില്ല? ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും നമ്മൾ കേട്ടില്ല. ഇപ്പൊ ടീച്ചർ ആയാലും ശ്രീമതി ടീച്ചർ ആയാലും ഒക്കെ ഇന്ന് പറയുന്നത് കേട്ടു, പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല. അഭിലാഷ് നോർമൽ എന്നെയൊക്കെ 2016 ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് എന്റെ വേഷം കെട്ടി, മുലക്കച്ച കെട്ടി ഇവിടെ തെരുവിൽ മുഴുവൻ ആഭാസ പ്രകടനം നടത്തിയിരുന്നു. ഒരു ഇതുപോലെയുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ ആരുടെയും ഭാഗത്തുനിന്ന് കേട്ടില്ല, ഒരു CPM നേതാക്കന്മാരും. എന്തുകൊണ്ട് അതുണ്ടാവുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട് അഭിലാഷെ. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ഇപ്പൊ ടീച്ചർക്കെതിരെ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു, പക്ഷെ എവിടെയാണ് അത് ഉണ്ടത് എന്നുകൂടി പറയണം. ഇവിടെ നോക്കൂ, നമുക്ക് ധാരാളം സ്ക്രീൻഷോട്ടുകൾ ഇതിനോടകം തന്നെ ഈ സംഭവം സംബന്ധിച്ച ഒരു വാർത്തയുടെ അടിയിൽ തന്നെ വന്ന കമന്റുകൾ എന്ന് പറയുന്നത് പേടിപ്പിക്കുന്നതാണ്, അറപ്പുളവാക്കുന്നതാണ്, പേടിപ്പിക്കുന്നതാണ്. അതൊരു ടെലിവിഷൻ ചർച്ചയിൽ പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്, കാണിക്കാനും പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് കാണിക്കാത്തത്. അങ്ങനെ അറപ്പുളവാക്കുന്ന ഭീകരമായിട്ടുള്ള സൈബർ അതിക്രമം നടക്കുന്നുണ്ട്, അതൊരു വസ്തുതയാണ്. അത് ഒന്നാമത്തെ കാര്യം. 2, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട വനിതാ നേതാക്കൾ, ഞങ്ങൾ പൊതുരംഗത്തുള്ളത് ഞങ്ങളുടെ സ്വയം നിർണയാവകാശത്തിന്റെ ഭാഗമാണ്. ഒരു വനിതയെ അടക്കിയിരുത്താൻ, അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ, അല്ലെങ്കിൽ നിശബ്ദയാക്കാൻ നിങ്ങൾ ഈ വൃത്തികെട്ട ലൈംഗികാധിക്ഷേപം ഉയർത്തരുത് എന്ന നില എല്ലാ പാർട്ടികളിലെയും എല്ലാ വനിതാ നേതാക്കളും ശക്തമായി സ്വീകരിക്കുകയും എൻ്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാളത് ചെയ്താൽ മാതൃകാപരമായ നടപടി ഉണ്ടാകണം എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്താലല്ലേ ഇത് അവസാനിക്കൂ. തീർച്ചയായിട്ടും അഭിലാഷ്, ഒരു തർക്കവുമില്ല അതിന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കാര്യത്തിലെങ്കിലും ഇപ്പൊ ടീച്ചറെ പോലെ ഒരാൾ അങ്ങനെ നേരിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിലെങ്കിലും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം. ആരാണത് ചെയ്തത്? ഞാനത് പറഞ്ഞ RMPക്കാരാണോ കോൺഗ്രസ്സുകാരാണോ ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം. ഒരു തരത്തിലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഞങ്ങളുടെ ആരുടെയും ഭാഗത്തുനിന്നുണ്ടാവില്ല. അങ്ങനെ ആരും ചെയ്യരുത്. ഒരു പ്രവർത്തകരും അങ്ങനെ തുനിയരുത് എന്നതാണ് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒരു സ്ത്രീക്ക് നേരെ
ടീച്ചറിനെയും എന്തിനാണ് ഇത്തരത്തിലുള്ള ലൈംഗിക അധിക്ഷേപം നടത്തുന്നത്? അതോടൊപ്പം ഇതിങ്ങനെ പറയുമ്പോഴും ടീച്ചർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായ മറ്റൊരു വിഷയം കൂടി അഭിലാഷ് ചർച്ച ചെയ്തേ മതിയാവൂ. പി ജയരാജന്റെ ഇപ്പം സാധാരണ സൈബർ അണികൾ മുഖമില്ലാത്ത ചില ആളുകൾ മാത്രമല്ല നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ പി ജയരാജന്റെ ഒരു പരാമർശം ഫേസ്ബുക്കിൽ കൊണ്ടുവന്ന ഒരു കാര്യം അഭിലാഷ് ശ്രദ്ധിച്ചിരുന്നോ? ആ ഒരു അഭിലാഷ് ഒരു മിനിറ്റ്. വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വെണ്ണപ്പാളി വനിതകളുടെ മുദ്രാവാക്യം കേട്ടില്ലേ? കെ ശൈലജ ടീച്ചറുടെ പിന്നിൽ അണിനിരന്ന തൊഴിലുറപ്പ് തൊഴിലാളികളല്ല, മറിച്ച് സമ്പന്ന സ്ത്രീകളാണ് ഷാഫിയുടെ പിന്നിൽ അണിനിരന്ന് ഇന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാമനിർദ്ദേശിക പത്രിക സമർപ്പണം പോലും നടന്നത്. പാലക്കാട് നിന്ന് വടകരയിൽ എത്തിയത് മുതൽ വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റ് മയങ്ങി സാധാരണ തൊഴിലാളിയെ അധിക്ഷേപിക്കുന്നു എന്നാണ് പി ജയരാജൻ പറയുന്നത്. ആരാണ് ഈ വെണ്ണപ്പാളികൾ? അത് സ്ത്രീകളുടെ ഏറ്റവും വലിയ അധിക്ഷേപമല്ലേ അഭിലാഷ്? ആരാണ്? ജയരാജനാണ് പറയുന്നത്. ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ടീച്ചർ അതിനെ ന്യായീകരിച്ചു. എന്തേ ടീച്ചർ അതിനെ തള്ളിപ്പറയാത്തത്? വെണ്ണപ്പാളികൾ എന്ന് ഉദ്ദേശിക്കുന്നത് വെണ്ണപ്പാളി വനിതകൾ. ആരാണ് ഈ വെണ്ണപ്പാളികൾ? അത് ജയരാജൻ തന്നെ വിശദീകരിക്കണം. വെണ്ണപ്പാളി എന്ന് നമ്മൾ 90കളിലെ പത്രങ്ങളിൽ ധാരാളം കണ്ടിട്ടുള്ള ക്രീമി ലെയറിന്റെ മലയാളമായി ഉപയോഗിക്കുന്ന വാക്കല്ലേ? ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ലേ? വെണ്ണപ്പാളി വിഷയം NSS സുപ്രീം കോടതിയിലേക്ക് SNDP എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. അല്ല, അങ്ങനെ ആയിരിക്കില്ല അഭിലാഷേ. വെണ്ണപ്പാളി വനിതകൾ എന്ന് തന്നെയാണ് പറഞ്ഞത്. വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റു മയങ്ങി. വെണ്ണപ്പാളികൾ എന്ന് പറയുന്നത് അത് വാക്കുകൾ പ്രയോഗിക്കുന്നതിന്റെ ഓരോരോ സന്ദർഭങ്ങളുണ്ട്. ഇവിടെ പ്രയോഗിച്ചത് അങ്ങനെയല്ല. എന്ത് ക്രിമിനലാണ്? ഇവിടെ നേരത്തെ ശുംഭൻ എന്ന് വിളിച്ചപ്പോ അത് പ്രകാശം പരത്തുന്നതാണ് എന്ന് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ഇത് കൃത്യമായ അധിക്ഷേപമാണ്. ഇത് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയമല്ലല്ലോ ഇത് സ്ത്രീ അധിക്ഷേപമല്ലേ? ഇത് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നു. അതിനെ ന്യായീകരിക്കുന്നു. അതെങ്ങനെയാ പാകുന്നത്? ഒരു ഭാഗത്ത് ഇതിനെ എതിർക്കുകയും മറുഭാഗത്ത് ന്യായീകരിക്കുകയും ചെയ്യുന്ന ഇരട്ടവാദം ശരിയല്ല. ഞാൻ ന്യായീകരിച്ചതല്ല, അത് ഉപയോഗത്തിലുള്ള വാക്കല്ലേ എന്ന് പറഞ്ഞതാണ്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഒരു തരത്തിലും സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലോ അതല്ലെങ്കിൽ പൊതു ഇടത്തിൽ നിൽക്കുന്ന സ്ത്രീകളെ നിശബ്ദരാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനുള്ള ടൂളായിട്ട് ലൈംഗിക അധിക്ഷേപത്തെയോ ശാരീരിക വർണ്ണനയോ ഒക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അധമമായ കാര്യമാണ്. അത് ന്യായീകരിക്കാൻ പാടുള്ളതേ അല്ല. ഞാൻ പറഞ്ഞത് ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു പദപ്രയോഗം നടത്തി എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലെന്നാണ്. നടപടി ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തിൽ നടപടി ഉണ്ടാവട്ടെ. നടപടി നാളെ പുറത്ത് കൊണ്ടുവരട്ടെ. ഇങ്ങനെ മുഖമില്ലാത്ത കുറെ ആളുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ പാടില്ല. അത് ഒരാൾക്കെതിരെയും ഞങ്ങളൊക്കെ അതിൽ കേട്ടെ. എന്നാ എനിക്കിപ്പോഴും ആസ്ഥാന വിധവയാണ് അഭിലാഷ്. ഞാൻ ഭർത്താവിന് ശവം വിറ്റ് ജീവിക്കുന്നവളാണ് അഭിലാഷ്. ഞാൻ എത്ര അധിക്ഷേപങ്ങൾ കേട്ടുകൊണ്ടാണ് ഈ അറിയാമോ? 12 വർഷമായി തുടരുന്നു. തീർച്ചയായും. അല്ല, അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ശ്രീമതി രമ ഏറ്റവും ഖേദകരമായ കാര്യം. ആ പരാമർശം നിയമസഭയിൽ നടത്തിയ സമയത്ത് MM മണി നടത്തിയ സമയത്ത് ഇതേ ഫ്ലോറിൽ താങ്കൾ ചർച്ചയിൽ പങ്കെടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതുപോലെ ഇപ്പോൾ താങ്കളെ പോലെ ശൈലജ ടീച്ചറെ പോലെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും സ്ത്രീകളൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പൊതു രാഷ്ട്രീയ വ്യവഹാരം കൂടുതൽ പക്വമാവാത്തത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ തരത്തിലുള്ള രാഷ്ട്രീയ വ്യവഹാരമാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യമുണ്ടാക്കുന്നത്, സങ്കടകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട എല്ലാ നേതാക്കളും ഇക്കാര്യത്തിൽ സ്വന്തം അണികളെ ഇത് നിങ്ങൾ ചെയ്യരുത് എന്നുള്ള നിലയിൽ ഒരു തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറയുന്നത്. ഇതിപ്പോ UDFന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ശ്രീമതി രമ, ഞാൻ പറഞ്ഞില്ല കുറേ കമന്റുകൾ കണ്ടു. അതിപ്പോ ഓരോ പാർട്ടിക്കാർ ചുമതലപ്പെടുത്തിയാണോ എന്ന് അറിയില്ല. ഇപ്പൊ ഓരോ ആൾ കമന്റ് ഇടുന്നതിനൊക്കെ നമുക്ക് ഓരോ രാഷ്ട്രീയം ചിലപ്പോൾ ചർച്ച കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അണികളോട് ഇത് നിങ്ങൾ ചെയ്യരുത് എന്ന് ഇൻസ്ട്രക്ട് ചെയ്യാനുള്ള ബാധ്യത വടകരയിലെ UDF നേതൃത്വത്തിനില്ലേ? എല്ലാവർക്കുമുണ്ട് അഭിലാഷ്, എല്ലാവർക്കുമുണ്ട്. ഇത് ചെയ്യണം. UDFകാർ ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥിയുടെ ഏതെങ്കിലും ഒരു ഔദ്യോഗികമായിട്ട് ഒരാളത് ചെയ്തിട്ടില്ല. ഇത് ഇപ്പോഴും പറയുന്നു, നിർബന്ധമായിട്ട് ഞാനതിനെ തള്ളി പറയുന്നു. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ നിങ്ങളെ ഒരു തരത്തിലും സംരക്ഷിക്കില്ല. ഞങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് തന്നെ സംസാരിക്കുള്ളൂ. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാടെടുക്കില്ല എന്ന് അസന്നിഗ്ധമല്ല. എന്താ പറയുക, കൃത്യമായിട്ട് പറയാണ് അഭിലാഷേ. വളരെ കൃത്യമായ നിലപാടാണ്. ഈ തള്ളിപ്പറയൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചർക്കൊന്നും ഇത് ഉണ്ടാവില്ലായിരുന്നു. ടീച്ചറെ പോലുള്ള ആളുകൾ ഒരിക്കലും ഞങ്ങളെ പോലെയല്ലാതെ പിന്തുണച്ചില്ല അഭിലാഷേ. ആ ഒരു പ്രയാസം കൂടെ ഞാൻ പറയുന്നു. അതുകൊണ്ട് ഇതിനെ ന്യായീകരിക്കല്ല ഒരു കാരണവശാലും. പക്ഷേ ടീച്ചർ ഇന്നലെ പറയുന്ന വികാരം ഞങ്ങളൊക്കെ എത്ര കാലമായി അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അങ്ങയിലേക്ക് മടങ്ങി. അല്ല, അത് നമ്മുടെ പൊതുസമൂഹത്തിലുള്ള പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വനിതയ്ക്ക് ഇനിയും, അതും ശൈലജ ടീച്ചറെ പോലെ അല്ലെങ്കിൽ KK രമയെ പോലെയുള്ള ആളുകൾക്ക് ഇത് വീണ്ടും വന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്തു കഷ്ടമാണ് എന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാനപരമായ പ്രശ്നം.